ഇത് ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. മരച്ചീനിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഗ്രാമമാണ്, ഒരു ഗ്രാമമാണ്. ഇവിടെ മൊത്തം മരച്ചീനിയാണ് നട്ടിരിക്കുന്നത്. മരച്ചീനി വിളഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത്. മൊത്തത്തിൽ മരച്ചീനിയാണ്. മൊത്തവും മരച്ചീനി നട്ടേക്കുന്നു. മൊത്തവും മരച്ചീനി നട്ടേക്കുന്ന സ്ഥലമാണ്. ഗ്രാമീണ ഭംഗിയാണ്. അതിനോടൊപ്പം ഇതാ വഴുതന കാച്ചു നിൽക്കുന്നുണ്ട്. വഴുതന കാച്ചു നിൽക്കുന്നു. ബാക്കി മുഴുവനും മരച്ചീനി. അതിനോടൊപ്പം ദാ പച്ചമുളക് ആവശ്യമുള്ള പച്ചമുളക് കാച്ചു നിൽപ്പുണ്ട്. വയൽ നികത്തിയ സ്ഥലമാണ്. പച്ചമുളക് കാച്ചു നിൽക്കുന്നു. അതിനോടൊപ്പം കത്തിരി നിൽക്കുന്നു. അതിനോടൊപ്പം വഴുതണി കാച്ചു നിൽക്കുന്നു. അതിനോടൊപ്പം ചേമ്പുണ്ട്, കമ്പുണ്ട്, കത്തിരിയുണ്ട്. ഈ വശം മൊത്തം തോട. കത്തിരിയുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കമ്പ് പൊഴുതുകൊണ്ട് മരച്ചീനി പൊഴുതുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ മരച്ചീനി എന്നും കപ്പയെന്നും പറയും. വാഴയുണ്ട്, വാഴ. ഇതൊരു ഗ്രാമപ്രദേശമാണ്. വാഴയുണ്ട്. നല്ലതുപോലെ വാഴ പിടിച്ച് കിടക്കുന്നുണ്ട്. വാഴ, കപ്പവാഴ, ഏത്തവാഴ, എല്ലാ വാഴയും ഉണ്ട്. കപ്പവാഴ, ഏത്തവാഴ കുലച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ഏത്തവാഴ കുലച്ച് നിൽക്കുന്നു. ഈ വശം തോടാണ്. ഈ വശം തോട്, തോട്ടിൽ കൂടി വെള്ളം പോകുന്നു. ഈ വശത്ത് തോട്ടിൽ കൂടി വെള്ളം പോകുന്നു. ഗ്രാമീണ പ്രദേശമാണ്. ഒരു പാറയുടെ നടുക്ക് ഒരു ഗ്രാമീണ പ്രദേശം. അത് കഴിഞ്ഞിട്ട് അടയ്ക്കാമരം, ആവശ്യമുള്ള അടയ്ക്കാമരവും കമ്പും പറങ്കിമാവും കൊലയും അടയ്ക്കാമരമാണ് ബാക്കി കാണുന്നത് മൊത്തം. തെങ്ങ്, തേങ്ങ, അടയ്ക്കാമരം ഇതെല്ലാമാണ് കാണുന്നത്. ഇതെല്ലാം കാണുകയാണ്. കൊലയും എല്ലാം ഉണ്ട്. എല്ലാ അടയ്ക്കാമരം മൊത്തം അടയ്ക്കാമരത്തൈയാണ് കാണുന്നത്. തെങ്ങ്, വാഴ, അടയ്ക്കാമരത്തൈ മൊത്തത്തിൽ കാണുന്നുണ്ട്. അടയ്ക്കാമരത്തൈ വെച്ചിരിക്കുകയാണ്.